ഏകദേശം 1200 വർഷം പഴക്കമുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിലൊന്നാണ് വിഴിഞ്ഞം റോക്കറ്റ് ഗുഹാക്ഷേത്രം. 8-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കന്യാകുമാരിയായ നാഞ്ചിനാടും അതുപോലെ തന്നെ കേരളത്തിലെ പരിസര പ്രദേശങ്ങളും ഭരിച്ചിരുന്ന 1000 രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. ഒറ്റക്കല്ലിലാണ് ഗുഹാക്ഷേത്രം തീർത്തിരിക്കുന്നത്. വളരെ ലളിതമാണ് ഈ നിർമ്മാണ രീതി. പാറ തുരന്നുണ്ടാക്കിയ ശ്രീകോവിൽ മാത്രമേ ഈ ക്ഷേത്രത്തിനുള്ളൂ. 8-ാം നൂറ്റാണ്ടിൽ തീർത്തെന്ന് കരുതപ്പെടുന്ന വീണാധര ദക്ഷിണാമൂർത്തിയുടെ ശില്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന്റെ ഇരുവശത്തും പൂർത്തിയാകാത്ത കൊത്തുപണികളുമുണ്ട്. ത്രിപുരാന്തകമൂർത്തിയും നടരാജമൂർത്തിയും പാർവതിയുമാണിതെന്ന് കവാടത്തിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. 4 കൈകളുമായി അമ്പും വില്ലുമേന്തി നിൽക്കുന്ന ശിവന്റെ കിരാത രൂപമായ ത്രിപുരാന്തകമൂർത്തി അപസ്മാരമൂർത്തിയെ ചവിട്ടിപ്പിടിച്ചു നിൽക്കുന്ന തരത്തിലാണ് ഈ ശില്പം കൊത്തിവെച്ചിട്ടുള്ളത്. ഈ ത്രിപുരാന്തകമൂർത്തിയുടെ ശില്പം 8-ാം നൂറ്റാണ്ടിലെ ചോള ശില്പ മാതൃകയ്ക്ക് ഉദാഹരണമാണെന്നും ഇവിടെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. 1965-ൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഈ ഗുഹാക്ഷേത്രം ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ്. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ട്. അപ്പോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.